നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ ഡാറ്റ ചോർത്തിയതും ശബരിമല സ്വർണ്ണക്കൊള്ളയും മറച്ചുവെക്കുവാനാണ് CPM നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയെ ഉപയോഗിച്ച് കപട ആക്രമണ ആരോപണം ഉന്നയിക്കുന്നതെന്ന് KPCC സെക്രട്ടറി MN ഗോപി. നെടുങ്കണ്ടം സ്വരുമ പാലിയേറ്റീവ് സൊസൈറ്റി നടപ്പിലാക്കുന്ന ജീവധാര പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ പുരോഗതിയുണ്ടായ കാലഘട്ടമാണെന്ന് A. രാജ MLA. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ ഡാറ്റ ചോർത്തിയതും ശബരിമല സ്വർണ്ണക്കൊള്ളയും മറച്ചുവെക്കുവാനാണ് CPM നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയെ ഉപയോഗിച്ച് കപട ആക്രമണ ആരോപണം ഉന്നയിക്കുന്നതെന്ന് KPCC സെക്രട്ടറി MN ഗോപി. സ്വാഭാവികമായ പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസും ബഹുജന സംഘടനകളും നടത്തുന്നതെന്നും അതിനെ പിണറായി സർക്കാർ എത്ര ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാലും നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഡേറ്റ ചോർത്തലും ഉൾപ്പെടെ ഗവൺമെൻറ് വലിയ പ്രതിരോധത്തിൽ വന്ന സമയത്ത് വീണ ജോർജിനെ പോലെ ഒരു മന്ത്രിയുടെ നേർക്ക് ആക്രമണം ഉണ്ടായി എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ ആകമാനം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്, ഈ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ ജോർജ് അവിടെ ആക്രമിക്കപ്പെട്ടില്ലെന്നും വീണ ജോർജിനെതിരെ കേവലം 4 KSU പ്രവർത്തകർ കയ്യിലുള്ള കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചു കാണിച്ചപ്പോൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള നിലയിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായി അക്രമം ഒഴിച്ചിടുന്നു. കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, കോൺഗ്രസിൻ്റെ പ്രചരണ ബോർഡുകൾ, UDFൻ്റെ പ്രചരണ ബോർഡുകൾ തകർക്കുന്നു, കൊടിമരങ്ങൾ തകർക്കുന്നു. ഇത് പെട്ടെന്ന് കിട്ടിയ ഒരു ആയുധം പോലെ, ഒരു അവസരം പോലെ CPMൻ്റെ ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. സത്യത്തിൽ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും CCTV ദൃശ്യങ്ങളും ഒക്കെ കാണിക്കുന്നത് ഒരു മുദ്രാവാക്യം വിളിയും ഒരു കരിങ്കൊടി ഉയർത്തിയുള്ള ഒരു പ്രതിഷേധവും, അതിനപ്പുറത്ത് ഒന്നും കണ്ണൂർ നടന്നിട്ടില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഇത്രയും നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് വീണ ജോർജ് മാറാൻ പാടില്ലായിരുന്നു. നെടുങ്കണ്ടം സ്വരുമ പാലിയേറ്റീവ് സൊസൈറ്റി നടപ്പിലാക്കുന്ന ജീവധാര പദ്ധതിക്ക് തുടക്കമായി. സമൂഹത്തിലെ ഏറ്റവും വിഷമതകൾ അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനായാണ് ജീവധാര പദ്ധതി നടപ്പിലാക്കുന്നത്. രോഗികൾക്ക് ഒരു ഡയാലിസിസിന് 750 രൂപ വീതം നൽകുന്നതാണ് പദ്ധതി. സ്ഥിരമായി നടത്തുന്ന ഡയാലിസിസിന്റെ ഭാരിച്ച ചെലവ് താങ്ങുന്നതിന് സാധിക്കാതെ വിഷമിക്കുന്നവരാണ് മിക്ക ഡയാലിസിസ് രോഗികളും കുടുംബങ്ങളും. ഇങ്ങനെയുള്ളവർക്ക് കൈത്താങ് എന്ന നിലയിലാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ സഹായങ്ങളാണ് ഇതുവഴി നൽകാൻ സൊസൈറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സ്വരുമയുടെ പ്രവർത്തകർ ഡയാലിസിസ് രോഗികളുടെ വീടുകളിലെത്തി സാഹചര്യം മനസ്സിലാക്കിയ ശേഷമാണ് അർഹരായവരെ കണ്ടെത്തുന്നത്. നെടുങ്കണ്ടം കേന്ദ്രമായി 2 വർഷത്തിലധികമായി പ്രവർത്തിച്ചുവരുന്ന സ്വരുമ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലെ 700-ലധികം വീടുകളിലെത്തുന്നുണ്ട്. നിർധനരായ രോഗികൾ, പ്രായമായവർ, നിരാലംബർ എന്നിവരെ സംരക്ഷിക്കുന്ന സംഘടനയാണ് സ്വരുമ. ഇത്തരത്തിലുള്ളവരെ വീടുകളിലെത്തി മരുന്നുകളും മറ്റു ചികിത്സകളും നൽകുകയും വീൽചെയർ, വോക്കർ, സാനിറ്ററി ഉപകരണങ്ങൾ തുടങ്ങിയവ എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു വരുമാനമാർഗങ്ങളില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകളും ഇവർ എത്തിച്ചു നൽകും. മേഖലയിലെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് സ്വരുമ പ്രവർത്തിക്കുന്നത്. സ്വരുമ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജീവധാര പദ്ധതിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ നിർവഹിച്ചു. വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് സ്വരുമ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ വലിയൊരു ദൗത്യമാണ് ജീവധാര എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നിരവധി ആളുകളാണ് ഇന്ന് ഡയാലിസിസിന് വിധേയമായി നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് നിരവധി 1000 രൂപ കണക്ക് രൂപ കയ്യിൽ നിന്ന് മുടക്കി വാഹനം വിളിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സ്വരുമ ചാരിറ്റബിൾ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ 500 രൂപയായിരുന്നു കൊടുത്തുനിന്ന് പൈസയ്ക്ക് അത് വർദ്ധനവെത്തിക്ക് 250 രൂപ വെച്ച് രോഗിക്ക് കൊടുക്കത്തക്ക രീതിയിലേക്ക്. യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് KC സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിനു തോമസ്, രക്ഷാധികാരി VJ ജോസഫ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി സ്കറിയ ഞാവള്ളിൽ, നെടുങ്കണ്ടം ലയൺസ് ഗ്രേറ്റർ പ്രസിഡന്റ് അനൂപ് S. ചന്ദ്രൻ, റോട്ടറി കാടമം സിറ്റി പ്രസിഡന്റ് ഡോക്ടർ സുനിൽ ദേവപ്രഭ, സ്വരുമ ട്രഷറർ CK ബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേന്ദ്ര
കേന്ദ്ര സർക്കാരിന്റെ റാം പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല ബാങ്കേഴ്സ് മീറ്റ് ചെറുതോണിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിന്റെ റൈസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പെർഫോമൻസ് അഥവാ റാംപ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല ബാങ്കേഴ്സ് മീറ്റ് ചെറുതോണി പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൌഷാദ് TE അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സമ്പദ്ഘടന എന്ന് പറയുന്നത് അതിന്റെ ഒരു 10% വ്യവസായ മേഖലയുമൊക്കെ അവർ ബന്ധപ്പെട്ടാണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പൊ അതൊക്കെ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോണിന് പോയാൽ ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത്, അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും. അപ്പൊ അങ്ങനെ ബാങ്കുകൾ കയറി ഇറങ്ങുന്ന സാധാരണക്കാരെ ആളുകൾ അവർക്ക് ഇത്തരമുള്ള പരിപാടികൾ തീർച്ചയായും ഓർഗനൈസ് കൊടുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി അഭിനന്ദിക്കുന്നു. ഈ പരിപാടി 3 മാസം കൂടുമ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മീറ്റിൽ ജില്ലയിലെ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സംരംഭകർക്ക് ലഭ്യമായ വായ്പാ പദ്ധതികൾ, ബാങ്കിംഗ് സേവനങ്ങൾ, സംരംഭ വികസന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരണം നൽകി. വ്യവസായ വകുപ്പിന്റെ സംസ്ഥാനതല പദ്ധതികളും ബാങ്കുകളുടെ സഹായ പദ്ധതികളും സംബന്ധിച്ച ക്ലാസുകളും സംഘടിപ്പിച്ചു. ജില്ലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കേരള ബാങ്ക് എന്നീ ബാങ്കുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ പുരോഗതിയുണ്ടായ കാലഘട്ടമാണെന്ന് A. രാജ MLA. മച്ചിപ്ലാവ് സർക്കാർ ഹൈസ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുകയെന്നത് സർക്കാരിന്റെ നയമാണ്. അതിന്റെ ഭാഗമായി മികച്ച സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലാബുകൾ, സ്കൂൾ വാഹനങ്ങൾ, മികച്ച അധ്യാപകർ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ ഒരുക്കി. ജൂൺ 1 അധ്യയന വർഷം ആരംഭത്തിൽ തന്നെ കുട്ടികളുടെ കൈകളിൽ പുസ്തകങ്ങൾ എത്തുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 13 ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി അഡ്മിഷൻ എടുത്തത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റത്തിന്റെ പ്രതിഫലനമാണെന്നും MLA പറഞ്ഞു. മച്ചിപ്ലാവ് സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിന് 15 ലക്ഷം രൂപ അനുവദിച്ച് തുടർ നടപടി ആരംഭിച്ചതായും A. രാജ MLA പറഞ്ഞു. നല്ല കെട്ടിടം ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്. 200-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ നല്ല കെട്ടിടം വേണമെന്നുള്ളത് നമ്മളേവരുടെയും ആവശ്യമാണ്. 1,22 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടം 2 നിലകളിലായി 6425 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 6 ക്ലാസ് മുറികളും 2 ടോയ്ലറ്റ് കോംപ്ലക്സും ഉൾപ്പെടെ ആധുനിക നിലവാരത്തിലാണ് പൂർത്തീകരിച്ചത്. മച്ചിപ്ലാവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് എൽദോസ് പൗലോസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KA ബിനിമോൻ, AEO ആനിയമ്മ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം MP അലിയാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ചാണ്ടി P അലക്സാണ്ടർ, വിൽസൺ, റൂബി സജി, ബാബു CM, നിർമ്മിതി കേന്ദ്ര അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ് KV, മച്ചിപ്ലാവ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷൈജി മാത്യു, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാഘാട്ട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഫോർ വെൽനസ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടി 28-ന് വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ഈ പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് വ്യായാമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി സൈക്ലത്തോൺ, വാക്കത്തോൺ, യോഗ, കരാട്ടെ തുടങ്ങിയവയും സംഘടിപ്പിക്കും. പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അതേപോലെ പ്രായമായവർക്കും കൊടുക്കുന്ന ഒരു ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു പ്രൊമോഷൻ ക്യാമ്പയിനാണ്, ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉടുമ്പൻചോലയിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈക്ലത്തോണും വാക്കത്തോണും കരാട്ടയും തുടങ്ങിയവ സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 8:30-ന് MM മണി MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന റാലി പുറ്റടിയിൽ സമാപിക്കും. തുടർന്ന് വിവിധ ബോധവൽക്കരണ പരിപാടികളും യോഗ, കരാട്ടെ പ്രദർശനവും നടക്കും. സമാപന സമ്മേളനം ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KS ശ്രീധർശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈക്ലിംഗ് റാലിയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പുരസ്കാരങ്ങളും നൽകുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ വർഗീസ് T. ഐസക്, ഡോക്ടർ ജീന ഗ്രേസ് വർഗീസ്, ഡോക്ടർ R. ഗിരിജാകുമാരി, ഡോക്ടർ S. അഞ്ജലി, KK സുരേഷ് എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷവും ബോയ്സ് ഹോസ്റ്റൽ കെട്ടിട സമുച്ചയത്തിന്റെയും മൾട്ടി ജിംനേഷ്യത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷവും കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്ന മെൻസ് ഹോസ്റ്റൽ ബഹുനില മന്ദിരത്തിന്റെയും ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി മൾട്ടി ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനവും പുതിയ BTech റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവുമാണ് ഇന്ന് നടന്നത്. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പരിഗണന നൽകിയ 5 വർഷക്കാലമാണ് നാം പിന്നിടുന്നത്. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നല്ലതുപോലെ ബജറ്ററി അലോക്കേഷൻസ് ഉറപ്പാക്കിക്കൊണ്ട് കാതലായ നിർമ്മാണ പ്രവർത്തികളിലേക്കും അടിസ്ഥാനപരമായ ഉള്ളടക്കത്തിൻ്റെ മാറ്റങ്ങളിലേക്കും പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ അഭിമാനപൂർവ്വം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി ADM ഷൈജു P. ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച പ്രിൻസിപ്പൽ ബൈജു ശശിധരൻ, ഡോക്ടർ മഞ്ജു മാനുവൽ, പ്രൊഫസർ സുദിനസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്മിണി ജോസ് കുഴികണ്ടം, സണ്ണി ഇല്ലിക്കൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. ഉപ്പുതറയിൽ K-സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നു. പീരുമേട് താലൂക്കിലെ 29ാമത്തെ K-സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ KR റെജി ലൈസൻസിയായ FPS 94 പുതുതായി ആരംഭിച്ച K-സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല രാജൻ നിർവഹിച്ചു. റേഷൻ കടകളുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തുന്നതിനും റേഷൻ കട ലൈസൻസുകളുടെ വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുവാനും കാർഡ് ഉടമകൾക്ക് വിവിധ സാധനങ്ങളും സേവനങ്ങളും
റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ തുടങ്ങിയ സംരംഭമാണ് കെ സ്റ്റോർ. MSME നിർമ്മിക്കുന്ന വിപണനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സബ് ഡീലർഷിപ്പ് വഴി ചോട്ടു ഗ്യാസ്, 5 കിലോ സിലിണ്ടറുകൾ, കോമൺ സർവീസ് സെന്ററുകൾ നൽകുന്ന സേവനങ്ങൾ, സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ് സമയാസമയങ്ങളിൽ അനുവദിക്കുന്ന മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കെ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നത്. സേവനം കാർഡ് ഉടമകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ M. ഗണേശൻ അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ്, അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സതീഷ് KN, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ഷിജുമോൻ, റെജി തോമസ്, ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി സൈമൺ തോമസ്, MA സുനിൽ, റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സിറ്റി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI-M ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പാലം ജംഗ്ഷൻ ചുറ്റി ടൗണിൽ സമാപിച്ചു. ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ KSU പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI-M ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പാലം ജംഗ്ഷൻ ചുറ്റി ടൗണിൽ സമാപിച്ചു. CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയരുന്നതെന്ന് ലോക്കൽ സെക്രട്ടറി K. കലേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 2-3 മാസക്കാലമായി കനകോലിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലൊരു അക്രമ രാഷ്ട്രീയം അയച്ചുവിടുന്നതിൻ്റെ ഭാഗമായി കനകോലിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെമ്പാടും ചെറുതും വലുതുമായി കലാപമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അത് കേരളത്തിലെ ആരോഗ്യരംഗം വലിയ പരാജയമാണ് എന്ന വലിയ നിലയിലുള്ള അക്രമ രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന KSU ഇന്നിപ്പം സഖാവ് വീണ ജോർജ് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലേക്ക്. കേരളത്തിൽ ചെറുതും വലുതുമായ കലാപം ഉണ്ടാക്കാനാണ് കോൺഗ്രസും പോഷക സംഘടനകളും ശ്രമിക്കുന്നതെന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സഹായിക്കുക എന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് ആരോഗ്യമന്ത്രിക്ക് നേരെ നടന്ന ആക്രമണമെന്നും K. കലേഷ് കുമാർ പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ നോക്കി നിൽക്കാനാവില്ലെന്നും CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ നടത്തുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ G. ഷാജി, പഞ്ചായത്ത് അംഗം ബിജു ചെമ്പ്ലാവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയമോൾ രാജേഷ്, MA സുനിൽ, ക്രിസ്റ്റി CD, ബിന്ദു സജീവ്, രഞ്ജിത്ത് TM, സാധു കുഞ്ഞച്ചൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ന്യൂസ്, ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,760 രൂപ, പവന് 1,18,080 രൂപ, വെള്ളി ഗ്രാമിന് 295 രൂപ. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ ഡാറ്റ ചോർത്തിയതും ശബരിമല സ്വർണ്ണക്കൊള്ളയും മറച്ചുവെക്കുവാനാണ് CPM നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയെ ഉപയോഗിച്ച് കപട ആക്രമണ ആരോപണം ഉന്നയിക്കുന്നതെന്ന് KPCC സെക്രട്ടറി MN ഗോപി. നെടുങ്കണ്ടം സ്വരുമ പാലിയേറ്റീവ് സൊസൈറ്റി നടപ്പിലാക്കുന്ന ജീവധാര പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ
സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ പുരോഗതിയുണ്ടായ കാലഘട്ടമാണെന്ന് എ രാജ MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.